നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കബറാർന്നു കബർനാശം നീക്കിയമശിഹാമദരേ ജീവി കബർനാശം ജീവിപ്പിച്ചേറ്റുക കബറിനും കബറാർന്നു കബർനാശം ജീവിപ്പിച്ചേറ്റുക കബറി നാദാദേ സ്തുതിയും മാനം ദാതെന്നും ശുദ്ധാത്മാവിനും ഉണ്ടാകുൽ കൃപ പാപികളാ ഞങ്ങളിലും മേലുള്ളോറിശിലെ വാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണം തനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആയണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മനുഷ്യരെ സ്നേഹിക്കുന്നതിനായ കർത്താവേ, നിന്നെ ഔസേപ്പും നിക്കോദിമോസും മൂറും നെറുമ്പശയും ഇട്ട് സംസ്കരിച്ച പ്രകാരം ഞങ്ങൾ അവനോടുകൂടി ജീവിക്കുന്നതായി നിന്റെ ഖബറടക്കത്തെ സൽക്രിയങ്ങളാൽ ബഹുമാനിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പുതിയ ശവക്കല്ലറയിൽ എന്ന പോലെ നീ ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രവേശിച്ച് വിശ്രമിക്കുമാറാകണമേ. നിന്റെ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരോടും നിന്റെ തിരുമേനെ കടാക്ഷിച്ചിട്ടുള്ള വാങ്ങിപ്പോയവരോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും കീർത്തനവും ഞങ്ങൾ കരേറ്റുന്നു. ശോ വബുക്കൂല സുബാൻലുന്മേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ വായിച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതി നീ ഇഷ്ടപ്പെട്ടു, ഞാൻ നീ അറിയിച്ചു. സോപ്പാണ്ട് എൻ്റെ മേൽ തെളിക്കണമേ, ഞാൻ വെടിപ്പാകപ്പെടും. അതിനെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എൻ്റെ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും വായിച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മുഖത്തുള്ള നിന്റെ ആത്മാവിനെ ദാകുമാറാകണമേ.
അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷകമായ ദൈവമേ, എന്നെ രക്ഷകൊള്ളണമേ. എന്റെ നാമം നീതിയെ സ്തുതിക്കും. കർത്താവേ, എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായുധമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ദൈവം നിരസിക്കുന്നില്ല. പണിയണമേ, അപ്പോൾ ദൈവം നിഷ്ഠപ്പെടും. അപ്പോൾ കാണുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്നേഹയോഗ്യമാകുന്നു. ബാറയ്ക്കുമോ വാതാവിൽ പോലും പാതാള സ്ഥിരരുടെ ജീവനതും ധാനവും അറിയിച്ചൊരു ദേവ ദയ ചെയ്തിടണമേ. പാതാളം തന്നിലിറങ്ങിയോ മൃതൻ ജീവനെ അറിയിച്ചൊരു ദേവ ദയ ചെയ്തിടണമേ. പാതാള കല്ലറകൾക്കുള്ളിൽ മൃതരെ സന്ദർശിച്ചോനെ ദേവ ദയ ചെയ്തിടണമേ. താൽവിഗതന്മാരാം വിമലന്മാരെ വിളിച്ചോനാം ദേവ ദയ ചെയ്തിടണമേ. ആദാമിൻ പൂഴിയിൽ വിശ്രമമാ നവനെ എഴുന്നേൽപ്പിച്ചോനെ ദേവ ദയ ചെയ്തിടണമേ. ശുഭഹുലാബോലെ ബ്രോവൽ റൂഹു കാദീശോ പോലം വാതാവിൽ പോലം മീലാമേ. മൃതശയ്യാശയനമനുഷ്ഠിച്ച് മൃതരെ കബറിന്നും വീണ്ടൊരു ദേവ ദയ ചെയ്തിടണമേ. താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമല്ല ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ കൈകളിലെ കാഴ്ചപോലെയും കൈക്കൊള്ളണമേ. എന്റെ ഗതിയും ദുഷ്കാരത്തിനും ഞാൻ അന്യായക്രിയയിൽ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിലെ കാവൽക്കാരനെയും എന്റെ സൂക്ഷിപ്പാരെയും നിയമിക്കണമേ. ദുഷ്ട മനുഷ്യരോടുകൂടി ഞാൻ അപമർശിക്കുമാറാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്മാടൻ എന്റെ തലയിൽ കൊഴിപ്പിക്കരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന ഒരു ദോഷനിമിത്തമാകുന്നു. അവരെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായ കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോ എന്നെ ആക്രമിച്ച മാറാകണമേ. എന്റെ നടപ്പുള്ള വഴി എനിക്കായ കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനൊരു ദേശന്റെ ഓരിയുമാണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ സ്വീകരിക്കണമേ. എന്നാൽ ഞാൻ യുദ്ധം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നതിനെ വിടുവിക്കണമേ. എന്നാൽ കൈവളരായി തീർന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ ആരാധന വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഒടുകൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, എന്റെ വചനപ്രകാരനെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ ഇഷ്ടപ്പെട്ട് എന്റെ പ്രമാണങ്ങളെ പഠിപ്പിക്കണമേ. ഞാൻ മറന്നില്ല. ദുഷ്ടമായി കണികൾ വെച്ചു. എന്നാലും ഞാൻ തന്നെ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യം നീക്കമേ അവകാശപ്പെടുത്തി. എന്നാലും തന്നെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പന നീക്കം സത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകലജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അനുസൃതമായിട്ട് നീയും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. ബാറയ്ക്കുമോ.
ഇന്നേ ദിവസം ജീവനുള്ളവൻ മരിച്ചവരുടെ നിന്ന് കിടന്നു. മരണത്തെ താൻ ശ്വാസിക്കുകയും അതിൻ്റെ തലമേൽ ചവിട്ടുകയും അതിൻ്റെ കിരീടം വീണുപോവുകയും ചെയ്തു. കബറടക്കപ്പെട്ടവർക്ക് ധൈര്യം നൽകുകയും അവർ സ്തുതി പാടിക്കൊണ്ട് തന്നെ കൈക്കൊള്ളുകയും ചെയ്തു. ഇന്നേ ദിവസം ആദാമിൻ്റെ നാഥൻ മരിച്ചവരുടെ ഇടയിലേക്ക് സ്നേഹപൂർവ്വം ഇറങ്ങിച്ചെന്നു. ഉന്നത കോട്ടകളുള്ള പാതാളത്തെ ശക്തിയോടെ താൻ മറിച്ചിട്ടു. അതിൻ്റെ അറകൾ തൻ്റെ പ്രകാശം ഉദിപ്പിക്കുകയും കബറടക്കപ്പെട്ടവരെ താൻ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. മേലുള്ള ഉയരങ്ങളിൽ മാലാഖമാരുടെ കൂട്ടങ്ങൾ സ്തുതി പാടി അവരോടൊന്നിച്ച് ഭൗമികരും മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങി തൻ്റെ സൃഷ്ടിയെ രക്ഷിച്ചവന് സ്തോത്രം പാടി. ഇന്നേ ദിവസം മരിച്ചവരുടെ ഇടയിൽ പാതാള സ്ഥലത്തേക്ക് സൗന്ദര്യൻ വസിച്ചു വന്ന് ദാവീദ് ആത്മാവാൽ പ്രവചിച്ച വചനം നിവൃത്തിയായി. പുനരുത്ഥാനത്തിൻ്റെ അടയാളത്താൽ മരിച്ചവർക്ക് താൻ ശരണമുണ്ടാക്കി. സൗമൻകാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണവേ. തിരുവുള്ളത്താൽ ജഡപ്രകാരം വർണ്ണത്തോട് ജയിക്കുകയും തൻ്റെ കർത്തൃത്വത്തെ സൃഷ്ടികളോട് പ്രസംഗിക്കുവാൻ തൻ്റെ ആംഗ്യത്താൽ പ്രകൃതികളെ ഇളക്കുകയും തൻ്റെ നഗ്നതയെ ആളുകൾ കാണാതിരിപ്പാൻ തൻ്റെ ആജ്ഞയാൽ സൂര്യനെ ഇരുട്ടിക്കുകയും തൻ്റെ ശബ്ദത്താൽ ദൈവിക പ്രകാരം പാറകൾ പൊളിയുകയും തൻ്റെ ബലത്താൽ കല്ലറകളെ തുറക്കുകയും മരണത്താൽ മരിച്ചവരെ ജയിപ്പിക്കുകയും കുരിശിൽ തറച്ചവരെ ശാസിക്കുവാൻ സ്വയം കൊലയേറ്റ് ശവക്കല്ലറയിൽ കിടന്നവരെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് വെള്ളിയ ശനിയാഴ്ചയുടെ സന്ധ്യാപ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അവർണ്ണനീയമായ അത്ഭുതങ്ങൾ കാണിച്ച ബലവാനും തൻ്റെ കഷ്ടാനുഭവ ദിവസം ആകാശത്തട്ട് ഇരുട്ടി ധരിപ്പിക്കുകയും തൻ്റെ കുരിശാരോഹണ ദിവസം ദീർഘദർശന വചനത്താൽ അവരെ ചാക്കുശീല ധരിപ്പിക്കുകയും ചെയ്ത സർവാധിപതിയും ആകാശം മേഘട്ടി പോലെ വിരിക്കുകയും ഭൂമി വെള്ളത്തിന്മീതെ പരത്തുകയും ചെയ്ത സൃഷ്ടാവായ ദൈവമായ കർത്താവേ, അവൻ അപമാനിച്ച് കുരിശന്മേൽ മരത്തെ കിടത്തി പരാക്രമശാലി ഗോൽഗുദ്ധമേൽ ചവിട്ടുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറക്കുകയും ചെയ്തു. ഏകജാതനെ അസൂയയിൽ അവർ കുരിശന്മേൽ തറച്ചു. സർവശക്തൻ പഞ്ചഭൂതങ്ങളെ സൂക്ഷിക്കുകയും അവ ഭ്രമം നിമിത്തം ഉരുകി അലിഞ്ഞു പോവുകയും ചെയ്തു. നീതിയുടെ പുത്രൻ കുരിശന്മേൽ വെച്ച് നിലവിളിക്കുകയും ആകാശത്തെ ഇളക്കുകയും ഭൂമിയിൽ ഇറ്റിട്ട് വീണ നിർദോഷ രക്തത്താൽ ഭൂതലത്തിൻ്റെ കീഴ്ഭാഗങ്ങളെ കുലുക്കുകയും ചെയ്തു. ഉയരത്തിലെ മണവാളൻ സ്കേപ്പായിൽ കിടന്നപ്പോൾ പ്രകൃതി സംഭ്രമിക്കുകയും താൻ ദൈവമാവുന്നെന്ന് കാണിക്കുകയും ചെയ്തു. കുരിശു തണ്ടിന്മേൽ വയ്ക്കപ്പെട്ട മഹാദീപം സൂര്യനിൽ നിന്ന് ഊതുകയും അത് കിട്ടുപോവുകയും ചെയ്തു. സൃഷ്ടികളുടെ സത്യപ്രകാശം ഗോൽഗുഥയുടെ മുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സൂര്യനെ ഇരുട്ടിലേക്ക് ഇറക്കി. പരിശുദ്ധ കിരണം മരത്തിന്മേൽ തൂക്കപ്പെടുകയും അതിൻ്റെ കാന്തികളെ അഗോധമായ പാതാളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. പ്രകൃതിയുടെ നാഥൻ കുരിശിൽ തറയ്ക്കപ്പെടുകയും പ്രകൃതികളെ താൻ പരിഭ്രമിക്കുകയും അവ തന്നെ ആദരിക്കുകയും ചെയ്തു. സൃഷ്ടാവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ഉയരവും ആഴവും ദൈവമാണെന്ന് താൻ സാക്ഷിച്ചു. സൃഷ്ടാവ് പ്രവർത്തിച്ച ഭയങ്കര കൃത്യങ്ങൾ താൻ സൃഷ്ടാവാകുന്നുവെന്ന് പ്രസംഗിച്ചു. തൻ്റെ നാഥൻ നഗ്നനായി കിടക്കുന്നത് കണ്ടിട്ട് പകൽ അതിൻ്റെ വസ്ത്രം കീറിക്കളയുന്നു. മധ്യാഹ്നത്തിൽ അന്ധകാര വസ്ത്രങ്ങളെ അത് ധരിക്കുന്നു. ഭൂമി മൃതശരീരങ്ങളെ തന്നിലേക്ക് നേരെ കൂട്ടുകയും ലോകം ഈ ദിവസം മറ്റും ചെയ്യപ്പെട്ടവരോടുകൂടെ കറുപ്പ് വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു.
കർത്താവായ യേശു മിശിഹാ തമ്പുരാനെ, നിന്റെ അവർണ്ണനീയമായ വരവിൽ സത്യമായ വിസ്മയങ്ങളായ വലിയ കാര്യങ്ങൾ നീ പ്രവർത്തിച്ചു എന്നും നിന്നെപ്പോലെ ആരുള്ളൂ എന്നും ഞങ്ങൾ പറഞ്ഞ് അത്ഭുതപ്പെടുന്നു. ഞങ്ങൾ ഈ സുഗന്ധധൂപം മൂലം നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ താഴ്മയുടെ രഹസ്യത്തെ എപ്പോഴും ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. നിന്റെ കുരിശിനെ കുറിച്ചുള്ള സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ ചൂടുപിടിപ്പിക്കണമേ. നിന്റെ കുരിശു മൂലമുള്ള മഹത്തരമായ അഭിമാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നെപ്പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധങ്ങളായ ഉന്നതങ്ങളിൽ നിന്നും സമൃദ്ധങ്ങളായ അനുഭവങ്ങളെ ഞങ്ങൾ കഴിച്ചു തരണമേ. ഞങ്ങളിലുള്ള നിന്റെ എല്ലാ കൃപകൾക്കുമായി ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ അബുക്കൂല സുബാനലവന്മയും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ശ്ലീബാചിറകേന്നും നേരി സൂര്യൻ താണപ്പോൾ വന്നതിരേറ്റു വ്രണത്തേന്മേൽ ചുംബി ചോദിസവ പാതാളത്തിൽ നാദാ പോകരുതേ നാശത്തെ നീ പൂമയാകരുതേ വിശ്വസ്തേ ചൊല്ലരുദേവം വാർത്ത ഞാൻ നീറ്റിൻ സ്നേഹിതരാഹ്ലാദിക്കുന്നു കുരിശേ ചോരനിൽ ഹല്ലേലൂയ ലജ്ജിതരാകുന്നു. ശുഭഹുലാം പോലെ ബ്രോവൽറൂഹോ കാദേശോ ഹല്ലേലൂയ. പാതാളത്തിൽ കോട്ടകളെ ദൈവം ദോളിച്ചു വന്നു തുറന്നാനുള്ളറകൾ മരണം ഭ്രമമാർന്നു എഴുന്നേറ്റാതാ വന്നിച്ചുടയോനെ നിബിയന്മാർ തൻ നുപമകൾ നിറവേറി എന്നപരാധം ദൈവസുത നീക്കി കൃപ ചെയ്യുക. എങ്ങനെ പാപം ചെയ്തെന്നോർത്തയ്യോ പതറുന്നിൻ ഹല്ലേലൂയ എന്നാദം ചൊന്നു. മിശിഹാ തമ്പുരാനേ, നീ എല്ലാത്തിനും മതിയായവനാകുന്നു. നിന്റെ പ്രസാദത്തിന് മനുഷ്യൻ ഭൂമിയിലെ സസ്യങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ലാത്തവനുമാവുന്നു. നിക്കോദിമോസ്, യൗസേപ്പ് എന്നിവർ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് നിർമ്മല വസ്ത്രങ്ങൾ കൊണ്ടും ജഡപ്രകാരം നിന്നെ സംസരിക്കുന്നതിന് സ്വമനസാൽ സമ്മതിച്ചവനുമായി സൗരഭ്യവും പരിമളയും വാസനയുമാവുന്ന മിശിഹാ തമ്പുരാനേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ കുരിശാരോഹണത്തിൻ്റെ ഓർമ്മയെ കഴിക്കുന്ന ഈ പെരുന്നാളിൽ നിന്റെ കർത്തൃത്വത്തിന് ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന സുഗന്ധധൂപങ്ങളെ ഞങ്ങളുടെ അരിഷ്ടതയാൽ കൈക്കൊണ്ട് അംഗീകരിക്കണമേ. ഇഹത്തിലും പരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും സ്വീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ മോറൻ വാലോഹാൻ മരണം ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് പ്രവേശിച്ചു. താൻ വഹിച്ചിരിക്കുന്ന മരിച്ചവൻ പാതാളത്തെ അവർ അറിഞ്ഞില്ല. ദാവീദ് ദൂരത്ത് വെച്ച് അവനെ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ.
പാതാള ഉത്തരമായിട്ട് ദാവീദിനോട്, ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു എന്ന് ചോദിച്ചു. നമ്മുടെ രക്ഷയ്ക്കായി വന്ന ബലവാനായ കർത്താവാകുന്നു എന്ന് അവൻ പറഞ്ഞു. പറയുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്വരൂപത്തെ ഉദ്ധരിപ്പാനും നാശത്തെ പഴിച്ചു പോയ ആദാമിനെ പുതുവാനും ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി പാതാളത്തെ മറിച്ചിട്ട് അവിടെ ബന്ധുവിനായ ആദാമിനെ മക്കളെ കയറ്റി സ്വർഗ്ഗത്തിലേക്ക് നമ്മെ കയറ്റിയവനെ സ്തുതി. മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനെ സ്തുതി. തന്റെ സ്വന്തം രക്തത്താൽ സകലരെയും ജീവിച്ചവനെ സ്തുതി. മൃതനാമുയിരിന്തനയന്തൻ അഴിവില്ലാത്തോൻ വിമലൻ തന്നെ. സിയോൻ വഴി ഞാൻ പോകുന്നേരം ആരവം കേട്ടാരാണോ യോദാ നാട്ടിൽ കൊലയൊന്നുണ്ടായി ക്രൂശകരേവം ബഹളം കൂട്ടാൻ കാരണമെന്തെന്നാലോചിച്ച് ഗുൽഗുഥായിൽ ഞാൻ ബാഞ്ഞെത്തി ആശ്ചര്യത്താൽ എന്നകമുരുകി കീഴുന്നോരാം നാരികളെയും മാതാവാകും മറിയമിനെയും തൻ സോദരിയെയും ഞാൻ കണ്ടു. വിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശ മുറിയോറാകെ മേലൈനോ ആദായ. ഞങ്ങൾക്കായുള്ള വായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യാ നിൻഹാശായിൽ കഷ്ടതയാ നേടണമവകാശം രാജേ ദേവ. ദയുണ്ടാകെ നാഥ കൃപ തോന്നേണമൻ പാൽ. സ്വാതന്ത്ര്യം ഹൃദയാൽ തന്ന സുതനാം നാഥ കൃപ ചെയ്യുക. ഞങ്ങൾക്കും മൃതരായോർക്കും പാപവിമോചനമേകേണം ദേവ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. നിൻകല്ലറമണവറ പോലാം മണവാളൻ പോൽ വിഗതജനം തോഴന്മാർ പോൽ മണവാളനെ വാഴ്ത്തിയിടുന്നു ദേവാ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. സൃഷ്ടികളെ തരുവിന്മീതേ ക്രൂശിതനെ പ്രതിവിലപിപ്പി ആക്ഷേപത്തെ മറയ്ക്കാനായി കതിരുകൾ നീക്കുക കതിരോനെ ദേവാ. ദയുണ്ടാകെ കൃപ തോന്നേണമൻ പാൽ. മൃദരെ സന്ദർശിച്ചിടാൻ സൃഷ്ടാവരോഹം ചെയ്ത കോരിരുളെങ്ങും തിങ്ങിടും പാതാളത്തിലുദിച്ചാലും ദേവാ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. ഉത്ഥാനം ചെയ്യിക്കുന്നു നിവനെന്നവരുദ്ഘോഷിക്കും മൂകപ്രകൃതി കീർത്തിച്ച പ്രകൃതിപതി നാദാസോത. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. തിരുവുളമായി മൺമയർ കൂറ്റം ചാർത്തിയ വാനവനെ സ്തോത്രം
വിശ്വത്തെ എന്തും നിന്നെ മരണന്തുകയാൽ സ്തോത്രം തേ ദൈവം ഉണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ സീമകളെയും നിന്നെ കല്ലറയുൾ കൊണ്ടത് മൂലം നാഥ നിൻ സ്ലീബായാലേ സൃഷ്ടികൾ രക്ഷിതരായതിനാൽ ദൈവ നാഥ കൃപ തോന്നേണമൻ പാൽ പാതാളത്തിൽ നിന്ദീപ്തി വിഗതർ ഹൃദയം ചെയ്തതിനാൽ ആയിരമായി പതിനായിരമായി സ്തോത്രം സ്തോത്രം തേ സ്തോത്രം പ്രേക്ഷകനാം താതൻ സ്തുത്യൻ പാവനനാം മൃഗാവന്യൻ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജീ ദേവാ ദയുണ്ടാകേണം നാഥ തോന്നേണമൻ ഹല്ലേലൂയ ഹല്ലേലൂയ കബറിലുറങ്ങും അതരെ പോലെ മൃതരുടെ മധ്യേ മോചനസൂനോ ബാരയ്ക്കുമോർന്ന മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ക്ഷമ കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. ഏവൻഗേലിയോൻ ഗാദിശോമൻ മർക്കോസ് ബറോ ശാബദിന് മുമ്പുള്ള വെള്ളിയാഴ്ച സന്ധ്യയായപ്പോൾ അരിമത്തിയക്കാരൻ യൗസേപ്പ് എന്നു പേരുള്ള ധനവാനായ ഒരു മനുഷ്യൻ വന്നു. അയാൾ യഹൂദയിലെ അരിമത്തിയ പട്ടണക്കാരനും ഉത്തമനും മന്ത്രിയും നീതിമാനും യഹൂദന്മാരിലുള്ള മന്ത്രിയും നീതിമാനുമായിരുന്നു. യഹൂദന്മാരിലുള്ള ഭയനിമിത്തം രഹസ്യമായി യേശുമ്പരാനും ശിഷ്യപ്പെട്ടവനുമായിരുന്നു. അവരുടെ ഇഷ്ടത്തിനും പ്രവർത്തിക്കും ചേരാതെ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരുന്നവനുമായ ജോസഫ് ചെന്ന് ധൈര്യത്തോടുകൂടി പീലാത്തോസിൻ്റെ സമക്ഷത്തിൽ പ്രവേശിച്ച് യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ടു. എന്നാൽ പീലാത്തോസ് അവൻ ഇത്രയും വേഗം മരിച്ചോ എന്ന് ആശ്ചര്യപ്പെട്ടിട്ട് ശതാബ്ദിവനെ വിളിച്ച് ചോദിച്ചു. ആ സമയത്തിന് മുമ്പ് തന്നെ അവൻ മരിച്ചുവോ? വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം യൗസേപ്പിന് കൊടുത്തു. യൗസേപ്പ് കൊത്തിന തുണി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അവനെ ഇറക്കി അതുകൊണ്ട് ചുറ്റി പൊതിഞ്ഞു. മുമ്പ് രാത്രിയിൽ യേശുവിനെ അടുക്കൽ ചെന്നവനായി നിക്കോദിമോസും ചെന്നു. അവൻ മൂറായും അൽവായും ചേർന്ന് 100 റാത്തലോളം സുഗന്ധ കൂട്ടുകൾ കൊണ്ടുചെന്നിരുന്നു. അവർ യേശുതമ്പുരാന്റെ ശരീരമെടുത്ത് യഹൂദന്മാരുടെ സംസ്കാരക്രമമനുസരിച്ച് സുഗന്ധവർഗങ്ങളോടുകൂടി കേഥാന ശീലകൾ കൊണ്ട് മൂടി പൊതിഞ്ഞു. യേശുവിനെ കുരിശിൽ തൂക്കിയ സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അന്നുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. കല്ലിൽ കുത്തി കുഴിക്കപ്പെട്ടതായ അവൻ്റെ വക പുതിയ കല്ലറയിൽ വെച്ചു. അത് അന്നുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയായിരുന്നു. ശാബത്ത് ആരംഭിക്കാറായതുകൊണ്ടും ആ കല്ലറ സമീപമായിരുന്നുകൊണ്ടും അവർ യേശുമ്പുരാനെ അതിൽ വെച്ചു. കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ശാബത്ത് ആസന്നവുമായിരുന്നു. ഗലീലയിൽ നിന്ന് അനുഗമിച്ചവരായ സ്ത്രീകൾ
അടുത്തുണ്ടായിരുന്നു. അവർ കല്ലറയും അവൻ്റെ ശരീരവും സംസ്കരിച്ച സ്ഥലവും കണ്ടു. അവർ മടങ്ങിച്ചെന്ന് സുഗന്ധവർഗ്ഗങ്ങളും പരിമളദ്രവ്യങ്ങളും തയ്യാർ ചെയ്തു. കൽപ്പനയനുസരിച്ച് ശാബത്തിൽ സ്വസ്ഥമായിരിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിന് വന്ദനം ഉണ്ടായിരിക്കട്ടെ. മോറാനിഷുമിഷേഹ കബറാർന്നു കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റുക കബറീന്നും കബറാ കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റോ കബറീന്നും കബറാ കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റോ കബറീന്നും സ്തുതിയും മാനം താതനു മഹിമ മാവിനുമുണ്ടാവികള ഞങ്ങളിലും മേലുഷിലെ മാതിൽ കൊള്ളിൽ നീ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണമേ സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യശക്തിയും പാതും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കബറാർന്നു കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റോ കബറീന്നും കബറാ കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റോ കബറീന്നും കബറാ കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റോ കബറീനും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമായണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരയണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യം ശക്തിയും അതും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. ബാറയ്ക്കുമോർ ഈ രാത്രിയിൽ രക്ഷകൻ മനുഷ്യരുടെ ഇടയിൽ വിശ്രമിച്ചു. ജീവനോടിരിക്കുന്നവരെ താൻ സന്ദർശിച്ച ശേഷം ആദാവെ സന്ദർശിപ്പാൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മാർത്തയും മാതാവായ മറിയാമും മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായ തന്നെ പറ്റി നെടുവീർപ്പോട് കരഞ്ഞുകൊണ്ടിരുന്നു. ബാറയ്ക്കുമോർ. പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നീക്കം തന്നെ. ആമേൻ. ഈ രാത്രിയിൽ ജീവനുള്ളവൻ മരിച്ചവരുടെ പാതാളത്തിൽ വസിച്ചു. അവരുടെ മുഖങ്ങളിൽ നിന്ന് ആവരണം നീക്കി അവരുടെ ആത്മാക്കൾ പ്രകാശിച്ചു. തന്റെ കിരണങ്ങൾ അവരുടെ മേൽ ചോദിക്കുകയും അവരുടെ കബറുകളിൽ പുനരുദ്ധാനം വർഷിക്കുകയും ചെയ്തു. അവർ തനിക്ക് സ്തുതി പാടി. മൃദനാമുയിരിന്തനയന്തൻ അഴിവില്ലാ
പീലാത്തോൻ വിമലൻ തന്നേൻ തിരുഗാത്രം ചോദീശോനേൻ പുതുജീവൻ ഫലമെന്നോണം കൈകൊണ്ടിടാൻ കൈകൾ നീട്ടി ആനന്ദിപ്പാൻ താഴെയിറക്കി ലിഖിതം പോൽ കല്ലറയിൽ വെച്ചു വസ്താവൃതമാമത്തിരുഗാത്രം കുണ്ടേഹവം നീക്കോദീമോസ് അൽവാമൂറും കേത്താനായും അവൻ ജീവതനെ കബറിൽ വെച്ചു വിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശ മുറിയോറാകെ മേലൈനുവാദാരൻ മൃതരായോരാത്മജനാദത്താൽ എഴുന്നേറ്റിടും ഉത്ഥാനത്തിൽ നൽകിയിടുമവൻ തേജോവസ്ത്രം ദേവാ ദയുണ്ടാകേണം നാദ കൃപ തോന്നേണമൻപാൻ വേഗതൻ മാതൻ പോകാനായി ചെന്നപ്പോൾ സ്വീകരണം നൽകി വാങ്ങി പോയോർ ഉള്ളിൽ ചെന്നോനെ മാനിപ്പാൻ വെളിയിൽ വന്നാൽ താൻ വീരത്താലവരെല്ലാരും കമ്പം പൂണ്ടോർ ദേവാ ദയുണ്ടാകേണം നാദ കൃപ തോന്നേണമൻപാൽ ഓർക്കുയിരേകാൻ മൃതനായോജനെ വാഴ്ത്തിയിടാൻ കഴിവ കൊണ്ട രക്ഷിച്ചതിനാലുള്ളൊരു മൃതരും വാഴ്ത്തും തന്നെയും തന്താരയും ശുദ്ധാത്മത്തെയും ദേവാ ദയുണ്ടാകേണം നാദ കൃപ തോന്നേണമൻപാൽ ലോകം വീട്ടോർഗുദാനത്തിൽ ജീവൻ നൽകി തേജോ വസ്ത്രം ചാർത്തുന്നോനം നാദ സോത്രം ദേവാ ദയുണ്ടാകേണം നാദ കൃപ തോന്നേണമൻപാൽ കുരിലായിസോൻ 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 ബാധിക്കുമോ ഇരപ്പെട്ടവനും മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ ബാധിക്കുമ്പോൾ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എൻ്റെ ശരണവും എൻ്റെ സങ്കേതസ്ഥലവും എന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്നാൽ അവൻ വിരുദ്ധത്തിനിടയിലും വിരുദ്ധ സംസാരത്തിൽ നിന്നെ വേണ്ടുകൊള്ളും. അവനവൻ്റെ തുവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവൻ്റെ ചിറക് കീഴിൽ നീ മറയ്ക്കപ്പെടും. അവൻ്റെ സത്യം നിന്റെ ചുറ്റുമായുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പിറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലത്തു ഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കിയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉരങ്ങളിലാക്കിയിരിക്കുന്നു എന്നെ ശരണമായ കർത്താവ് നീ ആകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലം നിന്നെ കിടർച്ച ഭയപ്പാരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളുമേ നിന്നെ വഹിക്കും. സർപ്പത്തെ അണലേ നീ ചവിട്ടും,
സിംഹത്തെയും പെരുമാവിനെയും നീ മതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എൻ്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും. എൻ്റെ സഹായക്കാരൻ അവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിലാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിന്റെ വരം കൊണ്ട് നിനക്ക് എള്ളിടും. പകലാദിത്യനെങ്കിലും രാത്രി ചന്ദ്രൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സ്ഥലദോഷം നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തുകൊള്ളും. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുകിട നെടിലും കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായി മിശിഹ നിരപ്പൂർന്നിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾ കയറണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ ശ്ലീബാദുഷനും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കബറാർന്നു കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റു കബറിന്നും കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റു കബറിന്നും കബർനാശം നീ മൃതരെ ജീവിപ്പിച്ചേറ്റു കബറിന്നും നാദാദേ സ്തുതിയും മാനം ദാദനും മഹിമ വന്ദനകൾ ശോധ മാവിനും ഉണ്ടാകുൽ കൃപ പാപികളാ ഞങ്ങളിലും മേലുള്ളോരിശിലെ വാതിൽ കുള്ളിൽ സിംഹാസനമണയണമേ പ്രാതരമശിഹാസ്തോത്രം. കർത്താവേ സ്തോത്രം, കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദർശനം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമായണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രിയ തരയണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ച പോലെ നിരടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യം ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നേ കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം പിതാമനുഷ്യനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനശനും സൃഷ്ടിയല്ലാത്തവരും സാരാംശത പിതാവിനോട് സമമുള്ളവനും സകലവും താമ്പ് മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി
തന്റെ സഹായപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് പാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിതുപ്പാൻ തന്റെ വലിയ മാത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് ശ്രദ്ധിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീയന്മാരും മാത്രം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുവായിലും കാതോലികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഏർപ്പിനും വരുവാനിക ലോകത്തിലെ പുതിയ ജനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറയ്ക്കുമോർ സ്തവൻ കാലോസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവേള ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.